എന്നാലും നമ്മളെല്ലാവരും കണ്ട് ഞെട്ടിപ്പോയൊരു വിഷ്വലാണ് ഇവിടെ ഞാൻ അടിയിൽ പ്ലേ ചെയ്യുന്നത്. വോയിസ് ചെയ്യാൻ വെക്കുന്നില്ല. 2023 ഏപ്രിൽ 5 തൃശ്ശൂര് ഒരു വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ അതിക്രൂരമായിട്ടുള്ള ദേഹോപദ്രവത്തിന്റെ വിഷ്വൽസാണ്. ഈ ദേഹോപദ്രവം ഈ വ്യക്തിയെ ഏൽപ്പിച്ച വ്യക്തികളുടെ പോലീസുകാരുടെ ഫോട്ടോയും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു. പൂഴ്ത്തിവെച്ച ദൃശ്യങ്ങൾ പുറത്ത്. ഇതിൽ ഇയാളൊരു കോൺഗ്രസ്സുകാരനാണ്, ഇയാളൊരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള ആസ്പെക്റ്റൊക്കെ നിങ്ങൾ വിട്. എനിക്ക് ഇതേപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു ബൈക്ക് കാർമ തട്ടി എന്നുള്ള പേരിൽ ചെറിയൊരു അടിപിടി കച്ചറ ഉണ്ടായ സമയത്ത് ബൈക്കുകാരന് അടി കിട്ടി അവശനായി റോഡിന്റെ സൈഡിൽ കിടന്ന സമയത്ത് പോലീസുകാർ അയാളെ എടുത്തു കൊണ്ടുപോകാതെ അവിടെ വെച്ച് ഇരുന്ന് താളം കളിച്ചപ്പോൾ പോയി ഞാൻ പോലീസുകാരോട് ക്വസ്റ്റ്യൻ ചെയ്തതിന് ഇന്ന മെക്കെട്ട് കയറി ഇന്ന അവർ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്. അതിന് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വഴിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതായത് കാക്കി ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബാധ പോലെ എന്തോ സൂപ്പർ ഹീറോ സൂപ്പർ പവർ കിട്ടി എന്നുള്ള രീതിയിൽ നാട്ടുകാരുടെ നെഞ്ഞത്ത് കയറാൻ നടക്കുന്ന കുറെ എരപ്പാളി പോലീസുകാരുണ്ട്. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ഇതേപോലുള്ള ചെറ്റത്തരം കാണിക്കുന്ന എരപ്പാളി പോലീസുകാരെ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കൂട്ടത്തിലുള്ള ന്യൂമാൻ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ ന്യൂമാനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിന്റെ അടുത്ത സുഹൃത്താണ്. ഈ വിഷയം വന്ന സമയത്ത് എന്താണ് ഈ വിഷയം എന്ന് അറിയാൻ വേണ്ടി ന്യൂമാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച സമയത്തൊന്നും ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള ലൈനിലാണ് ന്യൂമാൻ സംസാരിച്ചത്. അന്ന് ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നുണ്ടെങ്കിൽ ഞാനടക്കം ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഒരാളെ ഒരു വിഷയത്തിൽ ഇടപെടാൻ വന്നു, അയാൾക്കൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇഞ്ച പരുവം കുത്തി പണിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാക്കിയിട്ട് ഇരിക്കേണ്ട ആവശ്യം ഇറ്റങ്ങളില്ല. ഇനി ഞങ്ങളെ ഞാൻ പറയുമ്പോൾ സസ്പെൻഷനൊന്നുമല്ല, ആ ചെങ്ങാൻ്റെ ചെവി പോയിട്ടുണ്ട്. ആ ചെക്കൻ്റെ ചെവി കേൾക്കുന്നില്ല എന്നാ പറയുന്നത്. പോലീസുകാരെല്ലാവരും കൂടി ഇത് പൂഴ്ത്തി വെച്ച് എന്താക്കി അതിന് സെറ്റിലാക്കി സൈഡാക്കി. കോടതിയിൽ പോയതുകൊണ്ട് ഇപ്പം ഈ മനുഷ്യന് CCTV വിഷ്വലും ഇത് നാട്ടുകാർ കാണും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഇതേപോലുള്ള പരിപാടികൾ. ചില പോലീസുകാർ ഇങ്ങനെയാണ്, പക വീട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള വിഷങ്ങൾ വേറെ ഇല്ല. ചില പോലീസുകാർ അങ്ങനെ പകയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം മോശമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറ.